കൃഷിസ്ഥലം മാറിയിട്ടും കാട്ടാനശല്യം വിടാതെ പിന്തുടർന്നതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിൽ മറ്റത്തൂരിലെ കർഷകൻ. കാട്ടാനശല്യം മൂലം ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിലെ തന്റെ കൃഷി ഉപേക്ഷിച്ച് മുപ്ലിയിലെത്തിയ കർഷകനാണ് കാട്ടാനശല്യം സ്ഥിരം തലവേദനയാകുന്നത്. മുപ്ലി കളത്തിങ്കൽ ഡേവിസിനാണ് ഈ ദുർഗതി. കൃഷിയിടത്തിലെ 200ഓളം വാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. ഡേവിസിന്റെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത 2000 വാഴകളിൽ 600 വാഴകളും മുണ്ടാടൻ ബാബുവിന്റെയും കൂനാമ്പുറം ജോർജിന്റെയും വാഴകളും കഴിഞ്ഞ ദിവസങ്ങളിലായി ആനകൾ നശിപ്പിച്ചിരുന്നതായി കർഷകർ പറഞ്ഞു. കടം വാങ്ങിയും ലോൺ എടുത്തും കൃഷി ചെയ്ത കർഷകരെ അടിക്കടിക്കുണ്ടാകുന്ന കൃഷിനാശം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു. ജീവിക്കുന്നവരുടെ മരണത്തെക്കുറിച്ച്, മരിക്കാൻ നിൽക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് സർക്കാർ അന്വേഷിക്കേണ്ടതില്ലേ? ഇവിടെ ജനങ്ങൾക്ക്, ഇവിടെ കർഷകർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. 10,000-കണക്കിന് കർഷകരാണ്, മലയോര മേഖലകളിൽ താമസിക്കുന്നവരാണ് ഇവിടെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിൽക്കുന്നത്. ഒരു കാരണവശാലും അവർക്ക് ജീവിക്കാൻ പറ്റാത്ത കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇവിടെ ജീവിക്കുക എന്നുള്ളത് സർക്കാർ ഇടപെടണം. ഇവിടെ MLA-യും MP-യും ഈ വിഷയത്തിൽ ഒരു മറുപടി പറയണം. ജനങ്ങളോടൊരു മറുപടി പറയണം. ഇതിനൊരു ഇടപെടൽ ഉണ്ടാവണം. ഇവിടെ ഉദ്യോഗസ്ഥരടക്കം കൈമലർത്തിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആരോടാണ് പരാതി പറയുക? കാട്ടാനശല്യം ഒഴിവാക്കാൻ സോളാർ ഫെൻസിംഗ് വേലികൾ സ്ഥാപിക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ പാട്ടത്തിനെടുത്ത 300 വാഴകൾ കൃഷി ചെയ്ത കർഷകൻ ഡേവിസ് അവിടെയും ആനകൾ കയറി കൃഷി നശിപ്പിച്ചപ്പോൾ കൃഷി ഉപേക്ഷിച്ചു പോരുകയായിരുന്നു. കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് മലയോര മേഖലകളിൽ കർഷകരെന്നും MLA-യും MP-യും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ആവശ്യപ്പെട്ടു.